ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അല്ലാഹു തആലയെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ധാരാളം മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്നു. പക്ഷെ ഈ കൊച്ചു പ്രസംഗത്തിൽ എല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളായി പങ്കുവെക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അത് അവിടുന്ന് വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്, സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത്. ഒരിക്കൽ ഒരു അറാബി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുക്കിൽ വന്നു പറഞ്ഞു, നബിയെ, എനിക്ക് ഒരേ സമയം എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ. ഒരു സമയം ഒരു തെറ്റിൽ നിന്ന് മാത്രമേ മാറി നിൽക്കാൻ കഴിയുള്ളൂ നബിയെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമയം പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ഇത് കേട്ട അറാബിക്ക് സന്തോഷമായി. കള്ളം മാത്രം പറയാതിരുന്നാൽ മതിയല്ലോ, ബാക്കി എല്ലാ തെറ്റുകളും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച അറാബിക്ക് മനസ്സിൽ സന്തോഷമായി. അങ്ങനെ അടുത്ത ദിവസം ഒരു വീട്ടിൽ ആ അറാബി മോഷ്ടിക്കാൻ ഒരുങ്ങി. അപ്പോഴാണ് ആ അറാബി നബിയുമായിട്ടുള്ള കരാർ ഓർത്തത്. നാളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ കള്ളം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൻ ആ മോഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെ ഓരോരോ തെറ്റുകളും ചെയ്യാൻ പോകുമ്പോഴും നബിയുമായിട്ടുള്ള കരാർ ഓർത്ത് എല്ലാ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വാലിഹായ മനുഷ്യനായിട്ട് ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രവാചകൻ അവിടുത്തെ അനുയായികളെ സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്. നാം എല്ലാവരും പ്രവാചക ചര്യ പിൻപറ്റി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.